അപ്പോൾ ഗൈസ് നമ്മുടെ വാഗൺ ട്രിപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. നമ്മളിന്ന് വന്നിട്ടുള്ളത് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പോയിട്ടുള്ളത് ഉളുപ്പുണ്ടിയിലാണ്. ഉളുപ്പുണ്ടി ടോപ്പ് സ്റ്റേഷനിലാണ്. ഇവിടെ നമുക്ക് അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റും. നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് അടിപൊളി സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളിന്ന് നേരത്തെ ഇറങ്ങി അതിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വാഗമണിലൊക്കെ പോയി ജസ്റ്റ് സിറ്റിക്ക് അതോടൊക്കെ കറങ്ങി നടന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ഒരു ജീപ്പ് ട്രക്കിംഗ് വഴി അതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് പോകുക എന്നുള്ളതാണ്. മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ നല്ല പച്ചപ്പൊക്കെ ആയിട്ടിരിക്കും. ഇപ്പോൾ മഴയൊക്കെ ഇച്ചിരി കുറവായതുകൊണ്ട് തന്നെ ഇച്ചിരി ഉണങ്ങിയൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ ആ ട്രെയിൽ നല്ല രസമാണ് പോകാനായിട്ട്. സോ നമുക്ക് കണ്ടു നോക്കിയാലോ. നമ്മൾ ഒരു 6 മണി ടൈമൊക്കെ ആയപ്പോഴത്തേന് നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ ഈ ജീപ്പുകളൊക്കെ വന്നു. നമ്മൾ മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജീപ്പ് മുഖാന്തരമാണ് നമുക്ക് ഈ ഉളുപ്പുണ്ണിയിലോട്ട് പോകാൻ സാധിക്കുക. സോ ഈ ജീപ്പ് ട്രക്കിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വാഗമണിൽ എന്തെങ്കിലും സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ എക്സ്പീരിയൻസ് മിസ് ചെയ്യാണ്ടിരിക്കുക. സോ നമ്മുടെ ഹോട്ടലിൽ നിന്നാണ് ജസ്റ്റ് ഇറങ്ങുന്നത്. അവിടെ കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. നമ്മുടെ നോർമൽ കാറും അതുവഴി തന്നെ പോകും, ഒരു വിഷയമില്ല. അവിടെ കുറച്ച് ഹെയർ പിൻസൊക്കെ ഉണ്ട്. അതൊരു നല്ല രസമുള്ളൊരു കയറ്റമാണ്. സോ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ഒരു 17-18 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് പുറത്ത് തണുപ്പ്. പിന്നെ നല്ല കാറ്റുണ്ട്. നല്ല കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ല തണുപ്പ് അറിയാൻ സാധിക്കും. രാത്രി ആയപ്പോൾ തന്നെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഹുഡിയും ഒരു ടീഷർട്ടും കൂടെ ആയിട്ട് തണുപ്പൊന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഷൂസുണ്ട്, പിന്നെ ജീൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തണുപ്പ് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലോട്ട് കയറി. ഇവിടെ 6 മണി ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊന്നുമില്ല, വിജനമാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ചെടികളൊക്കെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും. സോ അങ്ങനെ പോയി നമ്മുടെ റിസോർട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു ഏകദേശം 20-25 മിനിറ്റ് എടുത്തു നമുക്ക് ഉളുപ്പുണ്ണിയിലോട്ട് എത്താനായിട്ട്. സോ നിങ്ങളെന്തായാലും ഇത് കണ്ട് എൻജോയ് ചെയ്യുക. നമ്മൾ പോകുന്നൊരു മഹീന്ദ്രയുടെ ജീപ്പിലാണ്. അപ്പോൾ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്ത് ഇതേപോലെ മണ്ണിട്ട വഴി കൂടെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഈ റോഡിൻ്റെ ഒരു കിടപ്പ് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്യാവശ്യം നല്ല ചാട്ടമൊക്കെ ഉണ്ട്. എന്നാലും നല്ല രസമാണ്. ഒരു കല്ലും മണ്ണും ഒക്കെ ഉള്ളൊരു വഴിയാണ്. നമ്മുടെ ജീപ്പ് അതൊരു പുഷ്പം പോലെയാണ് അതുവഴി കയറി പോകുന്നത്. എന്തായാലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, മഴ സമയത്താണെങ്കിൽ 2 സൈഡ് നല്ല പച്ചപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോഴും ഭംഗിക്കൊരു കുറവുമില്ല. ഈ ക്യാമറയ്ക്കകത്ത് OIS ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ഉലുക്ക നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല രസമാണ് ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെയുള്ളൊരു വഴി. അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലൊക്കേഷൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു രസമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓടിച്ച് നമ്മൾ ഏറ്റവും മുകളിലെത്തി. ഏകദേശം ഒരു 6:15-6:20 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സൂര്യനൊന്നും ഉദിച്ചിട്ടുമില്ല. എല്ലായിടത്തും നല്ല ഇരുട്ടുമാണ്. സോ നമുക്ക് കാണാൻ സാധിക്കും സൂര്യൻ്റെ സൈഡിൽ നിന്ന് പതുക്കെ പൊങ്ങി വരുന്നുണ്ട്. നല്ല ഗ്രേഡിയൻ്റ് ഉള്ള സ്കൈ, നല്ല രസമുണ്ടല്ലേ. ഒരു ഓറഞ്ചിഷ് പിങ്കിഷ് കളറിലായിട്ടിരിക്കുന്നു. നമുക്ക് ചുറ്റും കുറേ ലൈറ്റ്സൊക്കെ കാണാൻ സാധിക്കും. ചില വീടുകളിലൊക്കെ ലൈറ്റുകൾ കാണാൻ സാധിക്കും.
നല്ല കാറ്റുണ്ട് കേട്ടോ എൻ്റെ മുകളിൽ. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്. കാറ്റുള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പും അറിയാൻ സാധിക്കും. സോ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാം. നല്ല രസമാണ്. ഒരു മനുഷ്യനും ഇല്ല, ഒരാൾ പോലും ഇല്ല ഇവിടെ. അപ്പോൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സൺസെറ്റ് കാണാൻ സാധിക്കുമല്ലോ. സൺസെറ്റ് അല്ല, സൺറൈസ് കാണാൻ സാധിക്കുമല്ലോ. നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു വെട്ടം ഇങ്ങനെ കാണുന്നു. നമ്മൾ വിചാരിച്ചത് എന്തോ സംഭവം. പിന്നെ അല്ല മനസ്സിലായത് അടുത്ത ജീപ്പുകൾ വരുന്നത്, മറ്റ് ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അപ്പോൾ വേറൊരു ജീപ്പ് ഇങ്ങനെ ഒരു ട്രെയിൽ പോലെ ഇങ്ങനെ നമ്മൾ വന്ന വഴി കൂടെ തന്നെ വരുന്നത് കണ്ടു. ദൂരെ നിന്നൊരു പൊട്ട് പോലെ മാത്രം നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഷൂട്ടിംഗ് സ്റ്റാർ. ഈ ജീപ്സ് എല്ലാം ഓഫ് റോഡിങ്ങിന് വേണ്ടി വളരെയധികം കേപ്പബിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാലും വളരെയധികം കേപ്പബിളാണ്. ഈ മലകളും ഈ കുന്നും കുഴികളൊക്കെ ചാടി വളരെ ഈസി ആയിട്ടാണ് ഇത് കയറി വന്നത്. അപ്പോൾ ഈ ഒരു വണ്ടികളെ ഇഷ്ടമുള്ള ഒരാളെന്ന നിലയിൽ ഈ വണ്ടികളെ കാണാൻ തന്നെ എന്ത് രസമല്ലേ. ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ഈ വണ്ടി കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. സോ അടുത്ത ആൾക്കാരും അങ്ങനെ പുറകെ ഓരോരുത്തർ വരാൻ തുടങ്ങി. പക്ഷേ അധികം തിരക്കില്ലായിരുന്നു, കുറച്ച് പേരുള്ള ഒരു ഏകദേശം ഒരു 7-8 ജീപ്പുകളാണ് മൊത്തത്തിൽ തന്നെ ആ ഒരു ലൊക്കേഷനിൽ വന്നത്. എന്നാലും നല്ല രസമുണ്ട്. ഇപ്പോൾ സൂര്യൻ പതുക്കെ ഉദിച്ച് വരുന്നുണ്ട്, ഇച്ചിരി കളറൊക്കെ മാറി തുടങ്ങി. നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ജീപ്പിലാണ് കേട്ടോ നമ്മൾ വന്നത്. ആൻ മരിയ എന്ന് പറഞ്ഞാണ് ജീപ്പിൻ്റെ പേരിട്ടേക്കുന്നത്. ഞാൻ ജീപ്പിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഞാൻ താഴെ കൊടുത്തേക്കാം. സോ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് സൂര്യനെ കാണാൻ സാധിക്കുമെന്ന് ചേട്ടൻ പറഞ്ഞു. സോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കാണാൻ സാധിക്കും. എന്തായാലും വാഗമൺ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് മിസ്സാക്കാണ്ടിരിക്കുക. നമ്മൾ ഇവിടെ നിന്നാണ് ആദ്യം പോയിരുന്നത്. ഇതിൻ്റെ ജീപ്പ് ട്രെയിൽസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുവഴിയാണ് വണ്ടികൾ കയറി പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. സോ അവിടെ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് സൺറൈസ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പതുക്കെ ഓടിച്ച് പോവാണ്. അപ്പോൾ എന്തായാലും വാഗമണിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സ്പീരിയൻസ് മിസ്സാക്കാണ്ടിരിക്കുക. എന്തായാലും ഒരു ജീപ്പ് ട്രക്കിങ്ങിന് പോകേണ്ടതാണ്. ഉളുപ്പുണ്ണി എന്നാണ് സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ്റെ പേര്. സോ എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലൊക്കേഷനിലെത്തി. ചെറിയ രീതിയിൽ കാറ്റുമുണ്ട്, അതുകൊണ്ട് തന്നെ തണുപ്പിന് ഒരു കുറവ് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നമുക്ക് ദൂരെ നല്ല പച്ചപ്പുള്ള മലനിരകൾ കാണാൻ സാധിക്കും, മെഡോസ് കാണാൻ സാധിക്കും. നല്ലൊരു ലൊക്കേഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ സാധിക്കും. നമ്മളിവിടെയാണ് ആദ്യം പോയത്, കണ്ടില്ലേ ആൾക്കാരൊക്കെ നിൽക്കുന്നത്. സോ നമുക്ക് സൺറൈസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് വെള്ളക്കെട്ട് കാണാൻ സാധിക്കും, ഒരു റിസർവോയർ പോലെ. എത്രത്തോളം അത് ക്യാമറ ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ലൊരു ലൊക്കേഷനാണ്, നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ല. നമുക്ക് സൺറൈസ് കാണാൻ സാധിച്ചു, കണ്ടില്ലേ ഇത് രസമല്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങുവാണ്. നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. സൺറൈസ് ഒക്കെ കണ്ടു, നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ പുറകെ 2 ജീപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. പിന്നെ കറക്റ്റ് പാട്ടെന്ന് പറയുന്നത് വീലി യങ് വീലി ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു മഹീന്ദ്രയുടെ ഒരു തീം സോങ് ഉണ്ടല്ലോ, അതായിരുന്നു ഇടേണ്ടത്. പക്ഷെ അതിടാൻ പോയി മിക്കവാറും കോപ്പിറൈറ്റ് അടിക്കും. എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യും.
അപ്പോൾ നമ്മൾ ഉളുപ്പുണ്ണിയിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. ഒരു വെള്ളച്ചാട്ടമുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈവറുടെ പേര് ജസ്റ്റിൻ ചേട്ടനാണ്. സോ നമ്മൾ അപ്പോഴാണ് അറിയുന്നത് ഈ വണ്ടി 4x4 അല്ല, വെറും 4x2 വണ്ടിയാണ്. പക്ഷേ വളരെയധികം കേപ്പബിളാണ്. ഈ കയറ്റങ്ങളും കല്ലും മണ്ണുള്ള വഴി കൂടെ നല്ല ഈസി ആയിട്ടാണ് കയറിപ്പോയത്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഇത് മഹീന്ദ്രയുടെ കമാൻഡറാണ്. ഞാൻ വിചാരിച്ചത് 4x4 വണ്ടിയാണെന്നാണ്, പക്ഷേ ഇത് 4x2 വണ്ടിയാണ്. പക്ഷേ വളരെയധികം കേപ്പബിളാണ്. അപ്പോൾ നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും റോഡൊക്കെ ഇച്ചിരി കുറഞ്ഞു. രണ്ട് സൈഡിലും ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ വെള്ളമുണ്ട് വാട്ടർഫോൾസിൽ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ചിലരെ ഇറങ്ങി കുളിക്കുന്നതും കണ്ടു. നമ്മളെന്തായാലും കുളിക്കാൻ പോയില്ല, അത്യാവശ്യം നല്ല തണുപ്പുള്ള വെള്ളത്തിന്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇങ്ങിരുന്നു. എന്തായാലും നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ എന്തായാലും ഈ സ്ഥലങ്ങളൊന്നും മിസ് ചെയ്യാണ്ടിരിക്കുക. ഉറപ്പായിട്ടൊരു ജീപ്പ് ട്രക്കിങ് വാഗമൺ എത്തുമ്പോൾ പോവുക. അത് നിങ്ങൾ ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹൈഡ്രോ പ്രൊജക്റ്റിൻ്റെ ഒരു ടണലുണ്ട്. ഇതുവഴി വെള്ളമൊക്കെ പോവുകയൊക്കെ ചെയ്യും. സോ നമ്മൾ അതിനകത്തും ജസ്റ്റ് ഒന്ന് നടന്ന് കയറി. ഇതിനകത്ത് നല്ല ഇരുട്ടമുണ്ട്, മാത്രമല്ല തെന്നലും ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു രസമാണ്. ആൾക്കാരൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ നല്ലൊരു വൈബുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് അതിനകത്ത് നിന്ന് ഇറങ്ങുവാണ്. വെള്ളത്തിനാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല രസമുള്ളൊരു സ്ഥലമാണ്. കണ്ടില്ലേ, ഇതൊരു വെള്ളം പോകാനുള്ളൊരു ടണലാണ്. ഹൈഡ്രോ പ്രൊജക്റ്റിൻ്റെ പാർട്ടായിട്ടുള്ളൊരു ടണലാണ്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം നീളമുണ്ട്, ഏകദേശം ഒരു 8-9 കിലോമീറ്റർ നീളമുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ അവിടെ കുറേ ആൾക്കാർ വന്നു, കുറേ ജീപ്പുകൾ കാണാം, പല പല കളേഴ്സിലുള്ള നല്ല രസമുള്ള ജീപ്പുകൾ. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് തിരിച്ച് നമ്മളോട് ചോദിച്ചു തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലോട്ട് പോകണമെന്ന്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു, നമുക്ക് തിരിച്ച് റിസോർട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് റിസോർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാക്സിമം ഈ വീഡിയോയുടെ ഓഡിയോ ഒന്നും മ്യൂട്ട് ചെയ്യാണ്ടിടാം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കും. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഈ ട്രെയിനിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ജസ്റ്റിൻ ചേട്ടൻ. അങ്ങനെ നമ്മൾ റിസോർട്ടിലോട്ട് എത്താറായി. അപ്പോൾ നമ്മുടെ വാഗമൺ ട്രിപ്പിലെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് കമ്പമാണ്. അവിടെ നമ്മുടെ മെയിൻ ഉദ്ദേശം നമുക്ക് മുന്തിരി തോട്ടങ്ങൾ കാണണമെന്ന്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫ്രഷായി നമ്മൾ കമ്പം തേനി റൂട്ട് പോവുകയാണ്. സോ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ കാണാം. എനിക്ക് വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഈ വാഗമൺ ട്രിപ്പിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ജീപ്പ് ട്രെക്കിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം ഒരു 750 സബ്സ്ക്രൈബേഴ്സോളമായി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. കുറേ ഫുഡ് വീഡിയോസും ഹോട്ട് വീൽസ് വീഡിയോസും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി എന്നാൽ ബായ്.